രണ്ടിന് മുമ്പ് ഉള്ള ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി, 1984 മുമ്പുള്ള രാഷ്ട്രീയത്തിന്റെ സ്ഥിതി, ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറയാൻ വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന് എവിടെയാ പിഴച്ചതെന്നും ആ പിഴവ് ഇനി തിരുത്താൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ടും ആ തിരുത്തലിന് അവർ വശംവദരാകാത്തത് കൊണ്ടും ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു എന്നും പറയാനാണ് ഞാൻ ഈ സംഭവങ്ങൾ വിവരിക്കുന്നത്. 1984 ഇന്ദിരാഗാന്ധി മരണപ്പെടുമ്പോൾ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. മഹാഭൂരിപക്ഷത്തോടുകൂടി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. എന്തായാലും ഒരു കാര്യം സമ്മതിക്കാം, BJP-കാരൻ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സിദ്ധാന്തം കൊണ്ടുവരുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം എന്ന സിദ്ധാന്തം കൊണ്ടുവരുമ്പോൾ അന്ന് 1984 ഭൂരിപക്ഷം കിട്ടിയ രാജീവ് ഗാന്ധി അത്തരം ശ്രമം നടത്തിയില്ല. അത് നടത്താത്തതിന് കാരണം അന്ന് ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന് അതിൻ്റെതായ ശബ്ദ വീര്യമുണ്ടായിരുന്നു. ആ 87 ആയപ്പോഴേക്കും അറിയാതെ തന്നെ രാജീവ് ഗാന്ധിയും സംഘവും അഴിമതിക്ക് വശംവദരായി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ബോഫോഴ്സ് രാജീവ് ഗാന്ധിയെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് നമുക്കറിയാം, അന്ന് 87 കാലഘട്ടത്തിൽ 13ാം പാർട്ടി കോൺഗ്രസ് CPM നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ആ രാഷ്ട്രീയ സാഹചര്യം ഇന്നും ഓർമ്മിക്കുന്നു. നമ്മുടെ തെരുവുകളിലൊക്കെ ബോഫോഴ്സിന്റെ മാതൃകകൾ കൊണ്ടുവച്ച് ജനങ്ങളെ ഉദ്ഭൂതരാക്കുന്ന ഒരു കാഴ്ച 100% സത്യമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരുന്നു ബോഫോഴ്സ്. ആ ബോഫോഴ്സ് അഴിമതിയിൽ കടപുഴകി വീഴുമ്പോൾ ഈ രാജ്യം ഇനി എങ്ങോട്ട് പോകും എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കൊടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്നും അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറത്തുവന്ന VP സിംഗിനെ മുമ്പ് നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് ഉണ്ടായി. ആ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ അങ്ങ് ചെതറിക്കിടന്ന BJP-കാരനും VP സിംഗിന്റെ കൈപിടിച്ചുകൊണ്ട് പലയിടത്തും ജയിച്ചു. പക്ഷെ ആ അപകടം ഇടതുപക്ഷം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തുടർന്ന് BJP വരാതിരിക്കാൻ കുറച്ചുകൂടി ശക്തമായ രാഷ്ട്രീയ നയങ്ങൾക്ക്, അടവ് നയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് ഇടതുപക്ഷം. അതിന്റെ ഫലമായി ആണ് പിന്നീട് BJP ഗവൺമെന്റ് വന്നെങ്കിലും ഇന്നത്തെ മോഡിയേക്കാൾ കൊടിയ BJP-കാരനായ അദ്വാനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2004 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായ ആശയപരമായ പിന്തുണയും അതുപോലെ തന്നെ അതിനോട് കോൺഗ്രസിനെ പ്രാധാന്യം ഈ രാജ്യത്ത് അറിയിച്ചതിന്റെ ഫലമായി ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് വീണ്ടും വന്നു. അങ്ങനെയാണ് 1ാം UPA ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നത്. ആ 1ാം UPA ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന്റെ ഗുണങ്ങൾ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതി വരാൻ കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും പ്രഖ്യാപിച്ചത് സോണിയാഗാന്ധിയാണെന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർമ്മിക്കുക, അന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ പ്രധാനികൾ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളായിരുന്നു. അവിടെ എടുത്ത തീരുമാനമാണ് ഈ രാജ്യത്തെ അർത്ഥപട്ടിണിക്കാർക്ക് മുഴുപട്ടിണിയാവാതെ ജീവിക്കാൻ, അവർക്ക് കയ്യിൽ കാശെത്താൻ, ഈ രാജ്യത്തെ ക്രയവിക്രയ സാധ്യത വർദ്ധിപ്പിക്കാൻ, സാമ്പത്തിക ഉദാരവൽക്കരണം ഈ രീതിയിൽ അടിത്തട്ടിൽ നടപ്പിലാക്കാൻ, അവരുടെ കൈകളിലേക്ക് നമ്മുടെ സർക്കാരിന്റെ പണം എത്തിക്കാൻ വേണ്ട പദ്ധതിയായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെട്ടു. ആ പദ്ധതി നടപ്പിലാക്കി വീണ്ടും മുമ്പോട്ട് പോയ സമയം ഈ രാജ്യത്തെ കർഷകന്റെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് കാർഷിക കടാശ്വാസമുണ്ടായി. ആ പദ്ധതികൾ കേരളം ഉൾപ്പെടെ നടപ്പിലാക്കി. അങ്ങനെ കേന്ദ്ര സർക്കാർ 72,000 കോടി രൂപ എഴുത്തള്ളി. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് സ്വാഭാവികമായും കൊണ്ടുപോയത് കോൺഗ്രസാണ്. പക്ഷേ ഇതിനെല്ലാം അണിയറയിൽ പ്രവർത്തിക്കുകയും ചർച്ചകൾ നടത്തുകയും പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുകയും ആവിഷ്കരിക്കുകയും ചെയ്തത് ഇടതുപക്ഷമാണ്. നിഷേധിക്കാൻ കഴിയുമോ കോൺഗ്രസിന്? അപ്പോഴേക്കും അവർക്ക് അഹങ്കാരം മൂത്തു. ഇവിടെ BJP-ക്ക് സാധ്യതയില്ലെന്നും ഞങ്ങൾ എങ്ങനെ ഭരിച്ചാലും അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ട് ആകാശം വയ്ക്കാൻ തീരുമാനിച്ചു. അതാണ് 2G സ്പെക്ട്രം. തമിഴ്നാട്ടിലെ രാജ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പിന്നീട് ജയിലിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ 2G സ്പെക്ട്രം എന്ന കൊടിയ അഴിമതി, ആണവ കരാർ പോലുള്ള രാജ്യവിരുദ്ധ നിലപാടുകൾ, അതിൽ മനസ്സ് വിഷമിച്ചുകൊണ്ട് പൊതുമിനിമം പരിപാടിയിൽ നിന്ന് പിന്മാറി ഇടതുപക്ഷം കോൺഗ്രസിനെ കൈവിട്ടു. പിന്നെന്താ സംഭവിച്ചത്? കോൺഗ്രസ് പരസ്പരം പഴിചാരിക്കൊണ്ട് അവർ തന്നെ പറഞ്ഞു ജയിക്കാൻ പോണില്ല എന്ന്. അങ്ങനെ ഗുജറാത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസാണ്. അങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആദ്യം പരുവപ്പെട്ട് അങ്ങനെ മര്യാദയായി നിന്നു. പാർലമെന്റിനെ അങ്ങ് കമഴ്ന്നു കിടന്ന് ചുംബിച്ചുകൊണ്ട്
വടക്കേന്ത്യൻ ജനതയെ കയ്യിലെടുത്ത നരേന്ദ്രമോദി പ്രസംഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞു 15 ലക്ഷം രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. സത്യം പറയാലോ, ഞാനും കോൺഗ്രസിന്റെ സഹയാത്രികരായി ഞാനും പ്രതീക്ഷിച്ചു 15 ലക്ഷം രൂപ പോക്കറ്റ് വരും, എല്ലാം മോട്ടിച്ചവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, പിടിക്കും. 10 രൂപ ഈ സാധാരണക്കാരന് വാങ്ങിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി കഴിഞ്ഞില്ല. ഇപ്പോഴവർ പറയും 6000 രൂപ തരുന്ന കാര്യം, അത് പിന്നാലെ പറയാം. അപ്പോൾ 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകളെ വഞ്ചിച്ചു. പെട്രോളിന്റെ വില 64 നിന്നും 50 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഗ്യാസിന്റെ വില 450 രൂപയിൽ നിന്നും 250 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. തൊഴിലുറപ്പിന്റെ തുക 200 നിന്നും 500 രൂപയാക്കുമെന്നും അവർ പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഡീസലിന്റെയും പെട്രോളിന്റെയും നിയന്ത്രണ, വിതരണ, വിപണന അധികാരം കോർപ്പറേറ്റുകൾക്ക് കൈമാറി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഫലമായി ദിവസവും വില കൂടും. പനച്ചമൂട്ടിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നിന്ന നിപ്പിൽ 2 രൂപ കൂടും. അതിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടെയും കൂടും. മാർത്താണ്ഡത്ത് പോയാൽ അവിടെയും കൂടും. അതിന് കേരളം എന്താ പിഴച്ചത്? കേന്ദ്ര സർക്കാരിന് അധികം കിട്ടുന്ന നികുതിയിൽ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ പെട്രോൾ, ഡീസൽ വില ഇത്ര വർദ്ധിക്കുമായിരുന്നോ? വില നിയന്ത്രണ അധികാരം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിരുന്നുവെങ്കിൽ ഈ രീതിയിൽ വില വർദ്ധിക്കുമായിരുന്നോ? ഇവിടുത്തെ കോൺഗ്രസുകാരനും BJP-കാരനും 2 ഗവൺമെന്റുകൾ, ഒന്ന് നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയ കേന്ദ്ര പൂളിലെ കമ്മി കുറയ്ക്കാനുള്ള നിലപാട്, തുടർന്ന് വാജ്പേയി ഗവൺമെന്റ് എടുത്ത നടപടിക്രമം, ആ നടപടിക്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര പൂളിലെ കമ്മി കുറയ്ക്കാൻ പെട്രോൾ, ഡീസൽ വില നിയന്ത്രണ അധികാരം ഗവൺമെന്റിനല്ല കമ്പനിക്കാണെന്ന് എടുത്ത തീരുമാനം, തുടർന്ന് മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയത്, അതിനെ തുടർന്ന് വന്ന 2014